മധ്യപൂർവേഷ്യയിൽ സമാധാനം കൊണ്ടുവരാനുള്ള അന്താരാഷ്ട്ര നീക്കങ്ങൾക്ക് വൻ തിരിച്ചടി നൽകിക്കൊണ്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അധ്യക്ഷതയിൽ വൈറ്റ് ഹൌസിൽ ചേർന്ന ഉന്നതതല യോഗം ഒരു തീരുമാനമില്ലാതെ പിരിഞ്ഞു. 2 മണിക്കൂറിലധികം നീണ്ട നിർണായക ചർച്ചകൾക്ക് ശേഷവും യാതൊരു അന്തിമ ധാരണയുമില്ലാതെയാണ് ട്രംപ് മടങ്ങിയതെന്ന് ഭരണകൂടത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് പ്രമുഖ അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്തു. US-ഉം ഇറാന്റെ പ്രതിനിധികളും തമ്മിൽ ഒരു താൽക്കാലിക വെടിനിർത്തൽ കരാറിന് ധാരണയായെന്ന വാർത്തകൾ പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെയാണ് വൈറ്റ് ഹൌസിലെ സിറ്റുവേഷൻ റൂമിൽ ട്രംപ് അടിയന്തര യോഗം വിളിച്ചത്. നിലവിലുള്ള ദുർബലമായ വെടിനിർത്തൽ 60 ദിവസത്തേക്ക് കൂടി നീട്ടാനും ആ സമയത്തിനുള്ളിൽ ഇറാന്റെ തർക്ക വിഷയമായ ആണവ പദ്ധതിയെക്കുറിച്ച് പുതിയ ചർച്ചകൾ നടത്താനുമായിരുന്നു ഈ താൽക്കാലിക കരാറിലൂടെ ലക്ഷ്യമിട്ടിരുന്നത്. എന്നാൽ വെള്ളിയാഴ്ച നടന്ന യോഗത്തിന് മുന്നോടിയായി ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ അക്കൗണ്ടിലൂടെ കടുത്ത നിബന്ധനകൾ പരസ്യമാക്കിയതോടെ കാര്യങ്ങൾ സങ്കീർണമായി. സംഘർഷബാധിതമായ ഹോർമൂസ് കടലിടുക്ക് അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിനായി ഇറാൻ വീണ്ടും തുറന്നു നൽകണമെന്നും അവിടുത്തെ കടൽ മൈനുകൾ മുഴുവൻ നശിപ്പിക്കണമെന്നും ട്രംപ് കർശനമായി ആവശ്യപ്പെട്ടു. ഇതിനൊപ്പം ഇറാനിനി ഒരിക്കലും ആണവ ബോംബ് നിർമ്മിക്കില്ലെന്ന് ഉറപ്പു നൽകണമെന്നും അവരുടെ പക്കലുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം നീക്കം ചെയ്യാൻ അമേരിക്കയെ അനുവദിക്കണമെന്നതുമാണ് വാഷിംഗ്ടണിന്റെ പ്രധാന ലക്ഷ്മണ രേഖകളെന്ന് അദ്ദേഹം വ്യക്തമാക്കി. എന്നാൽ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമെന്ന് ചൂണ്ടിക്കാണിച്ച് ഇറാൻ ഈ നിബന്ധനകളെ തുടക്കം മുതലേ ശക്തമായി എതിർക്കുകയാണ്. തന്റെ കടുത്ത നിബന്ധനകൾ പൂർണ്ണമായി അംഗീകരിക്കാത്ത ഒരു കരാറിലും ട്രംപ് ഒപ്പുവെക്കില്ലെന്ന് വൈറ്റ് ഹൌസ് വൃത്തങ്ങൾ അടിവരയിട്ട് പറയുന്നു. ഒരു വശത്ത് നയതന്ത്ര ചർച്ചകൾ നടക്കുമ്പോഴും ഇറാനെ സൈനികമായി നേരിടാനുള്ള എല്ലാ സാധ്യതകളും അമേരിക്ക തുറന്നിട്ടിരിക്കുകയാണ്. സിംഗപ്പൂരിൽ നടന്ന ഏഷ്യയിലെ പ്രമുഖ പ്രതിരോധ ഫോറമായ ഷാങ്ക്രില ഡയലോഗിൽ സംസാരിക്കവേ US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത് ഇക്കാര്യം പരസ്യമായി പ്രഖ്യാപിച്ചു. കരാർ പരാജയപ്പെടുകയാണെങ്കിൽ ഇറാനെതിരെ വീണ്ടും ശക്തമായ സൈനിക ആക്രമണം അഴിച്ചുവിടാൻ അമേരിക്ക പൂർണ്ണ സജ്ജമാണെന്ന് പെന്റഗൺ മേധാവി മുന്നറിയിപ്പ് നൽകി. ലോകമെമ്പാടും അമേരിക്കയ്ക്കുള്ള ആയുധശേഖരം ഏത് അടിയന്തര സാഹചര്യത്തെയും നേരിടാൻ പര്യാപ്തമാണെന്നും എന്നാൽ ഇറാൻ ആണവായുധം കൈക്കലാക്കുന്നത് തടയുന്ന ഒരു ഗ്രേറ്റ് ഡീൽ ഉണ്ടാക്കാൻ പ്രസിഡന്റ് ട്രംപ് ഇപ്പോഴും ക്ഷമയോടെ ശ്രമിക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അമേരിക്കയുടെ ഈ ഭീഷണിയുടെ സ്വരത്തോടും നയതന്ത്ര നീക്കങ്ങളോടും കടുത്ത അവിശ്വാസമാണ് ഇറാൻ പ്രകടിപ്പിക്കുന്നത്. കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ആണവ ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിലും അമേരിക്കയും ഇസ്രായേലും ചേർന്ന് 2 തവണ തങ്ങളെ ആക്രമിച്ച പശ്ചാത്തലത്തിൽ വാഷിംഗ്ടണിന്റെ വെറും വാക്കുകളിലോ ഉറപ്പുകളിലോ തങ്ങൾക്കൊട്ടും വിശ്വാസമില്ലെന്ന് ഇറാന്റെ മുഖ്യ പ്രതിനിധി മുഹമ്മദ് ബാഖർ ഗാലിബാഫ് വ്യക്തമാക്കി. US പ്രായോഗിക സമീപനം സ്വീകരിക്കാതെ തങ്ങൾ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്ന് എക്സിൽ കുറിച്ച അദ്ദേഹം ഇറാൻ ആനുകൂല്യങ്ങൾ നേടിയെടുക്കുന്നത് ചർച്ചകളിലൂടെയല്ല, മറിച്ച് മിസൈൽ കരുത്തിലൂടെയാണെന്ന കടുത്ത പ്രസ്താവനയും നടത്തി. സമാനമായ രീതിയിൽ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ മുൻ ചീഫ് കമാൻഡർ മൊഹസിൻ റസായിയും ട്രംപിന്റെ നയതന്ത്രത്തെ രൂക്ഷമായി വിമർശിച്ചു.